21ാം നൂറ്റാണ്ടിൽ ലോകം പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ മധ്യകാലഘട്ടത്തിലെ അന്ധകാരത്തിലേക്ക് വഴിമാറുകയാണ്. ലോകത്ത് കടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് അഫ്ഗാനിസ്ഥാനാണ്. താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിലെ നിയമവ്യവസ്ഥയെ ലോകം കാടത്തമെന്ന് വിശേഷിപ്പിക്കാൻ പ്രധാനമായും കാരണമാകുന്നത് അവിടെ നിലനിൽക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും മധ്യകാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ശിക്ഷാരീതികളുമാണ്. ഭരണഘടനയ്ക്ക് പകരം താലിബാൻ തങ്ങളുടേതായ വ്യാഖ്യാനത്തിലുള്ള കടുത്ത നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. 6ാം ക്ലാസ്സിന് മുകളിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിച്ചു. സ്ത്രീകൾക്ക് പാർക്കുകളിലും ജിമ്മുകളിലും ബ്യൂട്ടി പാർലറുകളിലും പ്രവേശനമില്ല. പുരുഷ സഹായം ഇല്ലാതെ ദൂരയാത്ര ചെയ്യുന്നതും അവർ വിലക്കിയിട്ടുണ്ട്. കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെടുന്നവരെ പൊതുമധ്യത്തിൽ വെച്ച് ചാട്ടവാറടിക്ക് വിധേയമാക്കുക, കൈകാലുകൾ വെട്ടിമാറ്റുക, പരസ്യമായി തൂക്കിലേറ്റുക തുടങ്ങിയ രീതികൾ താലിബാൻ വീണ്ടും കൊണ്ടുവന്നു. പാട്ട് കേൾക്കുന്നതിനും സിനിമ കാണുന്നതിനും കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. മാധ്യമങ്ങൾക്ക് കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നു. പുരുഷന്മാർ താടി വളർത്തണമെന്നും പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം വേണമെന്നും നിർബന്ധമുണ്ട്. ജനങ്ങളുടെ വസ്ത്രധാരണവും പെരുമാറ്റവും നിരീക്ഷിക്കാൻ പ്രത്യേക മന്ത്രാലയം തന്നെയുണ്ട്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും തകർക്കുന്നതാണ്. അഫ്ഗാനിസ്ഥാനിൽ സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണുള്ളത്. സമൂഹത്തെ 4 വിഭാഗങ്ങളായി തിരിച്ച് ഒരു കുറ്റത്തിന് വിവിധ ശിക്ഷകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മതപണ്ഡിതന്മാരടങ്ങിയ വിഭാഗത്തെ നിയമത്തിന് അതീതരാക്കി നിർത്തുകയും ചെയ്തു. പുതിയ നിയമപ്രകാരം പൗരന്മാരെ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. മതപണ്ഡിതന്മാർ, വാരേണ്യവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെയാണ് സമൂഹത്തെ തരംതിരിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. പുതിയ നിയമത്തിന്റെ കേന്ദ്രബിന്ദുവായ ആർട്ടിക്കിൾ 9 അഫ്ഗാനിസ്ഥാൻ സമൂഹത്തെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം കുറ്റം ചെയ്തയാളുടെ സാമൂഹ്യ നില അനുസരിച്ചായിരിക്കും ശിക്ഷ വിധിക്കുക. ഇസ്ലാമിക പണ്ഡിതൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിന് ശിക്ഷയായി ഉപദേശം മാത്രമായിരിക്കും ലഭിക്കുക. മറ്റു ശിക്ഷകളൊന്നും ഉണ്ടാകില്ല എന്ന് ചുരുക്കം. കുറ്റം ചെയ്തയാൾ വാരേണ്യവർഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ കോടതിയിലേക്ക് വിളിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് തടവ് ശിക്ഷ ലഭിക്കും. എന്നാൽ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് ശിക്ഷയായി തടവും ഒപ്പം ചാട്ടവാറടിയും പോലുള്ള ശാരീരികമായ ശിക്ഷയൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേസമയം സ്ത്രീകളെ തല്ലുന്നതിനും പുതിയ നിയമം ഭർത്താക്കന്മാർക്ക് അനുവാദം നൽകുന്നുണ്ട്. സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് തല്ലാമെന്നും എന്നാൽ പരിക്കേറ്റാൽ 15 ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് പുതിയ നിയമത്തിലുള്ളത്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ ബന്ധുവീട്ടിൽ സന്ദർശനത്തിന് പോയാൽ അവർ 3 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജനുവരി ആദ്യമാണ് പുതിയ ക്രിമിനൽ കോഡ് താലിബാൻ സർക്കാർ പുറത്തിറക്കിയത്. അന്താരാഷ്ട്ര നിയമങ്ങളിൽ കർശനമായി നിരോധനം ഏർപ്പെടുത്തിയ അടിമത്തം താലിബാൻ നിയമപരമായി തിരികെ കൊണ്ടുവരികയാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത്. കോടതികളെ ഒരു കർക്കശമായ സാമൂഹിക ക്രമം സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് ഇവിടെ. നിയമത്തിൽ പല വിഭാഗങ്ങളിലും സ്വതന്ത്രർ എന്നും അടിമകൾ എന്നുമൊക്കെ ജനങ്ങളെ വേർതിരിച്ച് പരാമർശിക്കുന്നുണ്ട്. സമൂഹത്തെ 4 തരംതിരിക്കുന്നു എന്നതിനപ്പുറം പുതിയ ക്രിമിനൽ നടപടിക്രമം ന്യായമായ നടപടിക്രമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പല സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതാക്കുന്നത് കൂടിയാണ്. കുറ്റം ചെയ്തയാൾക്ക് അഭിഭാഷകന്റെ സഹായം തേടാനുള്ള അവകാശം, തെറ്റായ ശിക്ഷ ലഭിച്ചാൽ നഷ്ടപരിഹാരം തേടാനുള്ള അവകാശം എന്നിവ ഇത് നൽകുന്നില്ല. കുറ്റം തെളിയിക്കുന്നതിന് കുറ്റസമ്മത മൊഴിയായിരിക്കും ആശ്രയിക്കുക. ഇത് ബലം പ്രയോഗിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ഇടയാക്കിയേക്കും. അതേസമയം സ്വതന്ത്രാന്വേഷണം നടത്താനുള്ള ആവശ്യകത ഇല്ലാതാക്കുകയും കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞതും കൂടിയതുമായ ശിക്ഷകൾ നിശ്ചയിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജഡ്ജിമാരുടെയും നിയമപാലകരുടെയും മേൽനോട്ടമോ ഉത്തരവാദിത്തമോ ഇല്ലാതെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുക. ചാട്ടവാറടി പോലുള്ള ശാരീരികമായ ശിക്ഷാരീതികളുടെ ഉപയോഗവും നിയമത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൃത്തം ചെയ്യുക അല്ലെങ്കിൽ ഒത്തുകൂടുക പോലുള്ള കാര്യങ്ങളും കുറ്റകൃത്യമായി ചേർത്തിട്ടുണ്ട്. ഇത് സാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ആളുകളെ തടയുകയും ശിക്ഷിക്കാൻ വിവേചനാധികാരം നൽകുകയും ചെയ്യുന്നുണ്ട്.